ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭാഗവത സാരം. നാം ഭാഗവത സാരത്തിൽ 3 ഭാഗം നാം പഠിച്ചു. 4ാം ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. ഭാഗവതം നമ്മെ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യുന്നത്, മനുഷ്യ മനസ്സ് എങ്ങനെയാണ് പരിവർത്തനം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നാം പഠിക്കുന്നത്. മനുഷ്യ മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട്? മനസ്സിലേതിനെങ്കിലും ഒന്നിനെക്കുറിച്ച് ചിന്ത വന്നാൽ ആ ചിന്ത മനസ്സിൻ്റെ സ്വസ്ഥതയെ കളയും. അസ്വസ്ഥതയോടെ ഇരിക്കാൻ നമുക്ക് ആവില്ല. അസ്വസ്ഥത എപ്പോഴും നമുക്ക് അസ്വസ്ഥതയാണ്. സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ നമുക്കാവില്ല. കാരണം നമ്മുടെ സ്വരൂപം സ്വസ്ഥതയാണ് എന്നതുകൊണ്ട് ഉടനെ ആ ചിന്ത ഏതിനെക്കുറിച്ചാണോ അത് നേടാൻ ശ്രമം, അതായത് കർമ്മം ചെയ്യാൻ നാം തുടങ്ങുന്നു. ആ വസ്തുവിനെ ലഭിക്കാനാണെങ്കിൽ വസ്തുവിനെ പ്രാപിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. അല്ല, ഏതെങ്കിലും വസ്തുവിൻ്റെ സാന്നിധ്യം അല്ലെ ഭോഗത്തിൽ അതിനെക്കുറിച്ചുണ്ടായ ചിന്തയാണെങ്കിൽ അത് കർമ്മം ചെയ്ത് നാം അവസാനിപ്പിക്കുന്നു. ചിന്ത ഇല്ലാതായപ്പോൾ മനസ്സ് ശാന്തമായി. ശാന്ത മനസ്സിൽ ആത്മാനന്ദം പ്രതിഫലിച്ചു. പക്ഷേ ഇതിനെ നാം വിഷയത്തിൽ ആരോപിച്ച് വിഷയമാണ് സുഖം തന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതിനാൽ വീണ്ടും അതിനെ നേടാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന് വിഷയങ്ങളെ ആശ്രയിക്കാതെ തന്നെ മനസ്സിനെ ശാന്തമാക്കി ശാശ്വതാനന്ദം അനുഭവിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കി. അതിനുള്ള ഉപായമാണ് ധ്യാന സാധന. 2ാം സ്കന്ധത്തിൽ സുഖമാഷി പറയുന്നുണ്ട്, ഇനി ശാശ്വതമായതെന്ത്? അതിൽ നിന്നല്ലേ ശാശ്വത സുഖം കിട്ടാൻ പറ്റൂ. ശാശ്വത വസ്തുവും നമ്മിൽ നിന്ന് അന്യമാകാൻ തരമില്ല. നിത്യതയും ആനന്ദവും നമ്മുടെ തന്നെ സ്വരൂപമാണ്. കാരണം നമ്മിൽ നിന്ന് അന്യമായതെല്ലാം നശിക്കുന്നു. അവയുടെ നാശത്തെ, അതായത് അവയുടെ മാറ്റത്തെ അറിയുന്നവനായ നാം ബോധസ്വരൂപം നാശം ഇല്ലാത്തവനാകണം, മാറ്റമില്ലാത്തവനാകണം. നമ്മിൽ നിന്നന്യമായതെന്തും നേടാനുള്ള മാർഗം കർമ്മമാണ്. കർമ്മം ദേശകാലങ്ങളിൽ പരിച്ഛിന്നമായതിനാൽ അത്തരം കർമ്മങ്ങൾക്ക് ശാശ്വതമായ ഫലത്തെ തരാൻ കഴിയില്ല. പരിച്ഛിന്നങ്ങളായ കർമ്മങ്ങൾ കുറെ ചേർന്നതുകൊണ്ടും അപരിച്ഛിന്നമായ അനന്തമായ ഫലം കിട്ടില്ല. അതൊന്നും അനന്തതയ്ക്ക് തുല്യമാകയില്ല. അനന്തമായ കർമ്മവും സാധ്യമല്ല. അതിനാൽ കർമ്മം കൊണ്ട് അനന്തതയെ നേടാൻ കഴിയില്ല. അറിവ് കൊണ്ടേ ലഭിക്കൂ. ആ അറിവാകട്ടെ ഇപ്പോൾ തന്നെ നാം പൂർണ്ണനും അനന്തനും ശാശ്വത സ്വരൂപിയും ആനന്ദ സ്വരൂപിയും ആണെന്നുള്ളതാണ്. ചിത്തത്തിന് വേണ്ടത്ര ശുദ്ധി ലഭിക്കാതെ ഈ ജ്ഞാനം ഒരാൾക്ക് അനുഭവപ്പെടാൻ പോകുന്നില്ല. വിവേകം കൊണ്ട് ഇപ്രകാരം വിഷയങ്ങൾ അനിത്യവും ദുഃഖാത്മകങ്ങളുമാണെന്ന് മനസ്സിലാക്കി മനസ്സവയിൽ നിന്ന് വിട്ടുപോന്നാൽ, അവയിലേക്ക് പോകാതായാൽ വൈരാഗ്യമായി. 1ാം സ്കന്ധവും അതിലെ കഥകളും ഈ വൈരാഗ്യമുണ്ടാകാൻ നമ്മെ സഹായിക്കുന്നു. അടുത്തത് അതിലെ കഥകളെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നമഃ ശിവായ.